Hi future doctors. നീറ്റ് പോലെയുള്ള ഹൈലി കോമ്പറ്റേറ്റീവ് ആൻഡ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എക്സാം എഴുതുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ കുറേ കോൺസെപ്റ്റ് പഠിക്കുന്നതിലല്ല കാര്യം. ഇത് ഞങ്ങൾ ഒരുപാട് തവണ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര തിയറി പഠിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ല, ഇറ്റ്സ് എൻ ഒബ്ജക്റ്റീവ് പേപ്പർ. നിങ്ങളിവിടെ ആൻസർ ചെയ്യുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും, 4 ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾ പഠിച്ച കോൺസെപ്റ്റ് നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, എങ്ങനെ കറക്റ്റ് ആൻസർ കണ്ടെത്തുന്നു, അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കോർ വാങ്ങി തരാൻ പോകുന്നത്. അത് മാത്രമല്ല, എത്ര കുറഞ്ഞ ടൈമിൽ, ഇൻ ഷോർട്ടസ്റ്റ് ടൈം, എത്ര അക്യുറേറ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുന്നു എന്നുള്ളത്. എക്സാം ഹാളിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നീറ്റ് 2025 ഫിസിക്സ് പേപ്പർ വളരെ ടഫ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒരു രീതിയിൽ പേപ്പർ എഴുതാമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പക്ഷെ ഫിസിക്സിൽ തന്നെ മോർ നമ്പർ ഓഫ് അവേഴ്സ് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് മറ്റു പേപ്പേഴ്സ് സോൾവ് ചെയ്യാൻ ആവശ്യത്തിന് സമയം കിട്ടാതായി. അങ്ങനെ മാർക്ക് പോയിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ടാക്കിൾ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ ഇനി പഠിക്കുമ്പോൾ, നീറ്റ് 2026 പഠിക്കുമ്പോൾ റെഗുലർ ആയിട്ട് പരീക്ഷകൾ എഴുതുക. അത് നിങ്ങൾ ഏത് ടോപ്പിക് പഠിച്ചാലും അതിനെ ബേസ് ചെയ്തിട്ടുള്ള നീറ്റിന്റെ അതേ പാറ്റേണിലുള്ള എക്സാം എഴുതാം. അങ്ങനെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായി ഞങ്ങൾ നടത്തുന്ന നീറ്റ് മോഡലിലുള്ള ഓഫ്ലൈൻ മോക്ക് എക്സാം ആണ് നമ്മുടെ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. ഇറ്റ്സ് ലൈക്ക് എ സീരീസ് ഓഫ് മോക്ക് എക്സാംസ്. അത് സ്റ്റാർട്ടിങ് മുതലേ നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് സൈലത്തിന്റെ എല്ലാ ഹൈബ്രിഡ് സെന്റേഴ്സിലും ഈ GIB എക്സാം സെന്റേഴ്സ് ആയിട്ടുണ്ടാകും. ഞങ്ങൾ അത് സെന്റേഴ്സ് ഒക്കെ എക്സാം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അനൗൺസ് ചെയ്ത് തരും. അപ്പൊ അവിടെ പോയി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, നിങ്ങൾക്ക് എക്സാം എഴുതാം. നീറ്റിന്റെ അതേ പാറ്റേണിലായിരിക്കും എക്സാം. അപ്പൊ ആ എക്സാം ഹാളിലെ ആ എക്സ്പീരിയൻസും ടൈം മാനേജ്മെന്റും എക്സാമിലെ ഹാളിലെ എൻവറോൺമെന്റും ഒക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ ഓൾ കേരള ലെവലിൽ നിങ്ങളുടെ റാങ്ക് എവിടെയാണ് എന്നുള്ള ഒരു ഐഡിയയും കൂടി നിങ്ങൾക്ക് ഈ എക്സാമിന്റെ റിസൾട്ട് വരുന്നതോടെ ലഭിക്കും. അപ്പോൾ GIB എക്സാംസ് എല്ലാവരും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഓൾ കേരള ലെവലിൽ മാത്രമല്ല, ഇത് ഒരു ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാം ആണ്. അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിലും നിങ്ങളുടെ സ്കോർ എവിടെ നിൽക്കുന്നു, നിങ്ങൾ വേർ ഡു യു സ്റ്റാൻഡ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു എക്സാം ആണ് സൈലത്തിന്റെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ്. ഇത് ഓൾ ഇന്ത്യ ലെവലിൽ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു എക്സാമിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നീറ്റിന്റെ ഡിഫിക്കൽട്ടി ഓഫ് എക്സാം എത്രമാത്രം മാറിയെന്ന് നമുക്കറിയാം. അപ്പൊ ആ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയുള്ള ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പം AITSഉം അതേപോലെ GIBസും ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ഓൺലൈനായിട്ട് നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഓഫ്ലൈൻ എക്സാംസ് എഴുതാനുള്ള അവസരം കിട്ടുക എന്നുള്ളത്. അത് ഈ എക്സാമുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ അവസരങ്ങളൊക്കെ അവൈൽ ചെയ്യാനായിട്ട് ധീര 2.0 ബാച്ചിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതിനോടൊപ്പം തന്നെ ഓൺലൈൻ എക്സാംസും ഉണ്ടാകും. പക്ഷേ ഈ ഓഫ്ലൈൻ എക്സാമുകളും കൂടി നിങ്ങൾക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ ജോയിൻ ധീര 2.0. Don't wait anymore. Good luck.